നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് പലയിടത്തും പല യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകൾ തെരുവിലിറങ്ങി. അതായത് കേന്ദ്രം ഭരിക്കുന്ന BJP-യുടെ സംഘപരിവാർ സംഘടനകളിൽപ്പെട്ട വിദ്യാർത്ഥി സംഘടനയായ ABVP അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ഉൾപ്പെടെ ഈ വിഷയത്തിൽ സമരവുമായി രംഗത്തിറങ്ങി. പക്ഷേ ഭരണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടന വിദ്യാർത്ഥി സംഘടന സമരത്തിന് ഇറങ്ങിയിട്ട് പോലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടിട്ട് ആ രാജി വേണം എന്നൊരു നിലപാടിലേക്ക് ഇതുവരെ BJP എത്തിയിട്ടില്ല. മനസ്സിലാക്കുന്ന ഒരു കാര്യം, കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന നടക്കാൻ പോവുകയാണ്. ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റും. അതായത് മന്ത്രിസഭാ പുനഃസംഘടനയുടെ മറവിൽ കേന്ദ്ര മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റാനുള്ള ഒരു നീക്കമാണ് BJP നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു സമരമാണ് ഇന്നലെ രാജസ്ഥാനിൽ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നത്. അവിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ്, NSU, അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ, 10,000-കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ അണിനിരന്ന സച്ചിൻ പൈലറ്റിന്റെ തട്ടകമാണ് കോട്ട. അദ്ദേഹത്തിന്റെ അടക്കം നേതൃത്വത്തിൽ വലിയ ഒരു പ്രതിഷേധം അരങ്ങേറി. കേന്ദ്ര സർക്കാരിന് താക്കീത് നൽകുന്ന ഒരു തരത്തിലുള്ള പ്രതിഷേധമാണ് രാഹുലിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. സമരത്തിന് അവസാനം കുറിച്ചിട്ടില്ല. മറ്റ് ഇടങ്ങളിലേക്ക് സമരം കോൺഗ്രസ് വ്യാപിപ്പിക്കാൻ പോവുകയാണ്. തെരുവുകളിൽ ഇറങ്ങി വലിയ പ്രതിഷേധത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകാൻ പോവുകയാണ്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, രാജസ്ഥാൻ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഈ സമരത്തിന്റെ 4 ദിവസം മുമ്പ്, ഇന്നലെ നടന്ന സമരത്തിന്റെ 4 ദിവസം മുമ്പ് റോഡരികുകളിൽ എല്ലാം കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ ഫ്ലക്സ് ബോർഡുകളും എന്തിനു വേണ്ടിയാണ് ഈ സമരം എന്ന തരത്തിലുള്ള ബോർഡുകളൊക്കെ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തി ഈ പ്രചരണ ബോർഡുകളെല്ലാം പൂർണ്ണമായും എടുത്തുമാറ്റുന്ന ഒരു കാഴ്ച രാജസ്ഥാനിൽ പുറത്തു വരുന്നു. കേരളത്തിലടക്കം ദൃശ്യമാധ്യമങ്ങൾ ആ വാർത്ത പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. രാജ്യം കണ്ട ഏറ്റവും വലിയൊരു സമരത്തിന് രാഹുൽ ഗാന്ധി ഇന്നലെ നേതൃത്വം നൽകിയപ്പോൾ ആ സമരത്തിന് ഒരു തുടർച്ച വേണമെന്നാണ് രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ കുറിച്ച് ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വിഷയം ഏറ്റെടുത്ത് ആ വിഷയം അവസാനിപ്പിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല. വോട്ട് ചോരി വിഷയത്തിൽ അദ്ദേഹം ബീഹാറിലൂടെ കുറെ സമരം നടത്തി. പിന്നീട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു അഡ്രസ്സും അദ്ദേഹത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒരു സമരം നടത്തി, ആ സമരം ആരംഭിച്ചിരിക്കുന്നു. ഇതെങ്കിലും വിജയകരമായി പര്യവസാനിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് തയ്യാറായാൽ അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തത് രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നൊരു ഉത്തരവാദിത്തത്തോടു കൂടിയാണെന്ന് കോൺഗ്രസ് പറയുന്നു. ഈ സമരം കോൺഗ്രസ് ആത്മാർത്ഥമായാണ് ചെയ്യുന്നതെന്ന് കരുതുന്നുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ അത് ആത്മാർത്ഥമായിട്ടാണോ ചെയ്യുന്നത്, രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ പൂർണ്ണമായ ഒരു ഉത്തരം പറയാൻ കഴിയില്ല. ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ പല വിഷയങ്ങളും രാഹുൽ ഗാന്ധി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരും, അല്ലെ ഇന്ത്യയിലേക്ക് രാഹുൽ ഗാന്ധി ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവരും. പക്ഷെ ഒന്നും പൂർണ്ണതയിൽ എത്താനോ അല്ലെങ്കിൽ പൂർണ്ണതയിൽ എത്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയാറില്ല. അത് അദ്ദേഹം മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതോ പകുതി വഴിയിൽ ഉപേക്ഷിക്കുന്നതാണോ എന്നാൽ വോട്ട് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിന് യുവാക്കളടക്കം കാത്തിരുന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എന്ന് പറയുന്ന ജെൻസി വിഭാഗം പോലും രാഹുലിനെ അന്ന് പിന്തുണച്ചിരുന്നു. പക്ഷെ അത് എവിടെയും എത്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. ആദ്യം BJP ഒന്ന് ഭയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്ന് ഭയപ്പെടുത്താൻ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വിചാരിച്ചെടുത്ത് അല്ലെങ്കിൽ എത്തിക്കാൻ രാഹുലിന് കഴിഞ്ഞില്ല. അതേപോലെയാണോ നീറ്റ് വിഷയത്തിൽ ഉണ്ടാകാൻ പോകുന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ടാണോ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണോ എന്നുള്ളത് സമരവുമായി മുന്നോട്ട് പോയാൽ മാത്രമേ അറിയാൻ കഴിയൂ. പിന്നെ മറുവശത്തുള്ളതെന്ന് പറയുന്നത്, ആത്മാർത്ഥമായിട്ടാണ് എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു വശം എന്ന് പറയുന്നത്, എല്ലാ സമയത്തും രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കാറുണ്ട്. അതിപ്പോ ഏത് സംസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി പോയാലും ഏതെങ്കിലും ഒരു കോളേജിൽ പോവുക, വിദ്യാർത്ഥികളുമായി സംസാരിക്കുക, രാഹുൽ ഗാന്ധിയുടെ ഐഡിയകൾ അവരോട് പങ്കുവയ്ക്കുക, അവരുടെ ഐഡിയകൾ രാഹുൽ ഗാന്ധി കേൾക്കുക. അത്തരത്തിൽ വിദ്യാർത്ഥികളുമായി വളരെ അടുത്താണ് രാഹുൽ എപ്പോഴും നിൽക്കാറ്, വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പം കേരളത്തിലേക്ക് എടുത്താൽ പോലും കേരളത്തിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ പോവുക അല്ലെങ്കിൽ സ്കൂളിൽ പോവുക, അവിടെ വിദ്യാർത്ഥികളുമായി സംസാരിക്കുന്ന രാഹുലിനെ നമ്മൾ നിരന്തരം കാണാറുണ്ട്. അപ്പൊ നീറ്റ് വിഷയത്തിൽ വന്നപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു നിലപാടെടുത്തതെന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ നിലപാടിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താത്തത്? കാര്യം വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയാണ്. ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ വലിയ പ്രതീക്ഷയോടുകൂടി പരീക്ഷ എഴുതുകയും പിന്നീട് അവർ വഞ്ചിക്കപ്പെടുകയും പിന്നെ വീണ്ടും ആ പരീക്ഷ എഴുതേണ്ടി വരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ്. പ്രത്യേകിച്ച് നീറ്റ് പോലെ ഒരു എക്സാം അത്രത്തോളം ചില ആളുകളൊക്കെ അല്ലെങ്കിൽ ചില വിദ്യാർത്ഥികളൊക്കെ 4-5 വർഷം ഇതിനു വേണ്ടി ഇരിക്കുന്നവരുണ്ട്, കിട്ടാതെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത്. അപ്പൊ അവർക്കൊക്കെ വലിയ നിരാശയാണ് നൽകുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ ടെലിഗ്രാം, അതും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, ടെലിഗ്രാം ബാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ടെലിഗ്രാം ഇനി വേണ്ട എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ
വിദ്യാർത്ഥികളുടെ, രാഹുൽ ഗാന്ധി എടുത്തു പറയുന്നത് വിദ്യാർത്ഥികളുടെ പഠിക്കാനുള്ള മെറ്റീരിയൽ പോലും ടെലിഗ്രാമിൽ ഉണ്ടാകും. നിങ്ങൾ വിദ്യാർത്ഥികളുടെ അവസരങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. ആരാണോ ഈ ചോദ്യ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്നാണോ ചോർന്നത് അത് നിങ്ങൾ കണ്ടുപിടിക്കുക. അതിനാണ് യഥാർത്ഥ കാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവിടെയാണ് തടയിടേണ്ടത്. അല്ലാതെ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടല്ല എടുക്കേണ്ടത്. കേന്ദ്ര സർക്കാർ നിരന്തരമായി എടുത്തുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ലാത്ത അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഫേവർ ചെയ്യുന്ന ഒരു നിലപാടും എടുക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അപ്പൊ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് വിദ്യാർത്ഥികൾക്കൊപ്പമാണ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്, അവരെ ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് എന്ന് പറഞ്ഞാണ് സമരങ്ങളുമായി പോകുന്നത്. പിന്നെ ജനാധിപത്യ രാജ്യമാണ്, സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയ രാജ്യം കൂടിയാണിത്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ ഇത് ഇന്ത്യ മുന്നണി എന്നതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥി സംഘടനകൾ, ഇപ്പോ ചിലപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനകൾ പോലും സമരവുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ തിരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതെന്തുകൊണ്ട് സർക്കാർ ചെയ്യുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ഇനിയിപ്പോ വീണ്ടും നീറ്റ് എക്സാം നടത്തുമ്പോൾ ഇനി എന്ത് വിശ്വാസ്യതയാണ് വിദ്യാർത്ഥികൾക്ക് ഈ സർക്കാരിലുള്ളത്, നീറ്റ് എക്സാമിലുള്ളത്? ഇത്തരം നിരവധി ചോദ്യങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും സമരം വ്യാപിപ്പിക്കുമെന്നാണ് പറയുന്നത്. ആ സമരം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചേട്ടാ ആദ്യം പറഞ്ഞതുപോലെ പകുതി വഴിയിൽ ഉപേക്ഷിക്കാനാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പൊ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നടത്തുന്ന സമരം പ്രതീക്ഷയാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. പക്ഷെ പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോയാൽ ആ പ്രതീക്ഷ, അവസാനത്തെ അവരുടെ ഒരു പ്രതീക്ഷ കൂടി ഇല്ലാതാക്കുന്ന തരത്തിലേക്കായിരിക്കും. ഒന്നും ചെയ്യാതിരുന്നാൽ, പകുതി വഴിയിൽ ഉപേക്ഷിക്കാനായിരുന്നെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഒന്നും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. കാര്യം ഇത് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷ നൽകുകയും അത് പകുതി വഴിയിൽ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് ആ വിദ്യാർത്ഥി സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. കേന്ദ്രം തിരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം പാർട്ടിയിലുള്ള വിദ്യാർത്ഥി സംഘടനകൾ പോലും തെരുവിൽ ഇറങ്ങിയിട്ട് പോലും എന്തുകൊണ്ടാണ് കേന്ദ്രം തിരുത്താൻ തയ്യാറാകാത്തെന്നൊരു ചോദ്യമുണ്ട്. ടെലിഗ്രാം ബാൻ ചെയ്യുന്നു. നീറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ആദ്യമായിട്ട് വരുന്ന ആരോപണങ്ങളൊന്നുമല്ല. എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ അപാകതകൾ വരാറുണ്ട്. അപ്പൊ അപാകതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിയുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. സർക്കാർ ആരെയാണ് ഭയക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പിന്നെ വിദ്യാർത്ഥികളെ ഒപ്പം കൂട്ടാൻ രാഹുലിന് കഴിയും. രാഹുൽ ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അവസാനം വരെ സമരത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാര്യം ആ രീതിയിലേക്കാണ് ഈ സമരം പോകാൻ പോകുന്നത്. എല്ലാവരും അവഗണിച്ച ഒരു വിഭാഗം അല്ലെങ്കിൽ ഭരണകൂടം പോലും ചതിച്ച വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കാനാണ് കോൺഗ്രസും രാഹുലും മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ പകുതി വഴിയിൽ ഉപേക്ഷിച്ചാൽ അത് വിദ്യാർത്ഥികൾക്ക്, ഇപ്പൊ രാഹുൽ ഗാന്ധിയോട് മോദിയേക്കാൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ളതിനേക്കാൾ ഒരു അടുപ്പം വിദ്യാർത്ഥികൾക്ക് രാഹുൽ ഗാന്ധിയോടുണ്ട്. അത് അദ്ദേഹം വിദ്യാർത്ഥികളോട് എടുക്കുന്ന നയവും നിലപാടും ഒക്കെയാണ്. പക്ഷെ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയാണെങ്കിൽ ഒപ്പം നിന്നവരെല്ലാം രാഹുലിനെ കൈവിടാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരത്തെ രാജ്യത്തെ വിദ്യാർത്ഥികൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവരുടെ പ്രതീക്ഷയ്ക്ക് ഉതകുന്ന തരത്തിൽ, അവരുടെ പ്രതീക്ഷ വളർത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കഴിയണം. രാജസ്ഥാനിൽ വലിയ പ്രതിഷേധം നടക്കുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തിറങ്ങുകയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന NSUവിന്റെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ സമരം നടക്കുന്നു. കേന്ദ്ര മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക്, അതോടൊപ്പം തന്നെ ലോക്ഭവനിലേക്കൊക്കെ പലയിടത്തും മാർച്ച് നടത്തുന്നുണ്ട്. പക്ഷേ ഈ മാർച്ച് നടത്തുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സമരം നടത്തുന്നത് കൊണ്ടോ അല്ല മാത്രം പോരാ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയ്ക്കകത്ത് ലോക്സഭയിലും രാജ്യസഭയിലും വലിയ പ്രതിഷേധമുയർത്താൻ കോൺഗ്രസിന് കഴിയണം. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന രൂപത്തിൽ കോൺഗ്രസ് അതിൽ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ രാജ്യത്തിന്റെ തെരുവുകളിൽ സമരത്തിൽ അലയടിക്കണം. ആ സമരം അലയടിച്ചത് കൊണ്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തണം. കാരണം രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതം ഭാവി കൊണ്ട് കളിച്ച ഒരു മന്ത്രിയെ ഇപ്പോഴും കേന്ദ്ര സർക്കാർ സംരക്ഷിക്കുകയാണ്, BJP സംരക്ഷിക്കുകയാണ്. ആ മന്ത്രിക്കെതിരായ താക്കീതായിരിക്കണം. ആ താക്കീത് രാജ്യത്തിന്റെ തെരുവുകളിൽ അലയടിക്കുന്ന പ്രതിഷേധവും പ്രക്ഷോഭവുമാണ്. ആ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത് ഏറ്റവും ചുരുങ്ങിയത് ധർമ്മേന്ദ്ര പ്രധാനെ ആ മന്ത്രിസ്ഥാനത്ത് മാറ്റാൻ കോൺഗ്രസിന്റെ പ്രതിഷേധത്തിലൂടെ കഴിയണം. ആ മാറ്റുന്നത് വരെ പ്രതിഷേധവുമായി കോൺഗ്രസ് തെരുവിലുണ്ടാവുകയാണെങ്കിൽ രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസിനെ കൈയടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. രാജ്യത്തെ വിദ്യാർത്ഥികൾ രാഹുൽ ഗാന്ധിയെ ഒരു വിശ്വാസ്യതയുള്ള, ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന ഒരു നേതാവെന്ന് നാളുകളിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിലും തർക്കമില്ല.